ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുക യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 12 വരെയും 35 മുതൽ 38 വരെയുമുള്ള തിരുവചനങ്ങളാണ്. യോഹന്നാൻ സുവിശേഷകൻ ക്രിസ്തുവിനെ പറഞ്ഞു വെക്കുന്നത് വെളിച്ചമായിട്ടാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ അടയാളങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. ഇങ്ങനെ ക്രിസ്തുവിനെ ഒരു വെളിച്ചമായിട്ട് പങ്കുവെക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോഴും ഒരു അന്ധനായ മനുഷ്യന് കാഴ്ച കൊടുക്കുന്ന ഒരു രംഗമാണ് സുവിശേഷകൻ നമ്മളോട് പറഞ്ഞു വെക്കുക. ഒരു അന്ധനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം വളരെ സങ്കടകരമായ ഒരു ജീവിതമാണ്. കാരണം അവൻ്റെ ജീവിതം മുഴുവൻ ഇരുട്ടാണ്, ഒരു പ്രകാശവുമില്ലാതെ മുഴുവൻ ഇരുട്ടായിട്ടുള്ള ഒരു ജീവിതം. അവൻ ശബ്ദങ്ങളെ കേന്ദ്രീകരിച്ചും ശബ്ദങ്ങളിലൂടെ തിരിച്ചറിഞ്ഞും ശബ്ദങ്ങളിലൂടെ വസ്തുക്കളെ മനസ്സിലാക്കിയുമാണ് അവൻ തൻ്റെ ജീവിതം കെട്ടിപ്പടുത് ഉയർത്തുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സങ്കടത്തിലായിരുന്നിരുന്ന ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റുന്ന ഒരു നിമിഷമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടെത്തുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അന്ധത എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു കാഴ്ചയില്ലായ്മ എന്ന് പറയുക, വെറും ഒരു കണ്ണിൻ്റെ കാഴ്ചയില്ലായ്മ മാത്രമല്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കൊക്കെ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കും, പക്ഷേ നമുക്കൊന്നും ഹൃദയം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഹൃദയത്തിൻ്റെ ഒത്തിരിയേറെ അന്ധതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് പലതും കണ്ടു കടന്നു പോകാറുണ്ട്, പക്ഷേ അതൊന്നും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഒരു 2 കന്യാസ്ത്രീമാർ അവർ മറ്റുള്ളവരെ സഹായിച്ചും മറ്റുള്ളവർക്ക് നന്മ ചെയ്തും കുട്ടികളെ സ്വന്തം മക്കളായി കണ്ടു വളർത്തുകയും അവരുടെ വേദനകളിലും പ്രയാസങ്ങളിലും ആകുലതകളിലും ഒക്കെ കഷ്ടപ്പെട്ട് അവരെ ചേർത്ത് പിടിച്ച് അവരെ വളർത്തി വലുതാക്കി ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ സമൂഹം അവർക്ക് കൊടുത്ത ഒരു പേരുണ്ട്, മതപരിവർത്തകരെന്ന്. സമൂഹം അവർക്ക് കൊടുത്ത പേര് മതപരിവർത്തകരെന്ന്. ചേർത്ത് പിടിച്ചവർക്ക് കൊടുത്ത പേരാണ്. കാരണം തൻ്റെ സമൂഹത്തിൻ്റെ നേതാക്കൾ ആരും ചെന്ന് കയറുവാൻ അറയ്ക്കുകയും മടുക്കുകയും ചെയ്യുന്ന ഇടങ്ങളിലേക്ക് ആ കന്യാസ്ത്രീമാർ കടന്നു ചെന്ന് അവരുടെ വേദനകളിലും അവരുടെ പ്രയാസങ്ങളിലും അവരുടെ ആകുലതകളിലും കഷ്ടപ്പാടുകളിലും അവർക്ക് സാന്ത്വനവും പ്രകാശവും വെളിച്ചവുമായി എത്തിയപ്പോൾ അവരെ മനസ്സിലാക്കുവാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇവരൊക്കെ പഠിച്ചുയർന്നു കഴിഞ്ഞാൽ ഞാനെന്ന നേതാവിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കോട്ടം തട്ടിയേക്കും, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് അറിവും അവർക്ക് കുറച്ച് ബോധങ്ങളും വന്നു കഴിഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ചിലപ്പോൾ വല്ല വിള്ളലും വീണേക്കുമോ എന്ന ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും വേദനകൾ കൊണ്ടുവന്നതിന് കാരണമായിട്ട് അവർക്ക് കൊടുത്ത ഒരു തലക്കെട്ടുണ്ട്, മതപരിവർത്തകരെന്ന്. പ്രിയപ്പെട്ടവരെ, അന്ധതയല്ലേ യഥാർത്ഥത്തിൽ ഇതാണ് യഥാർത്ഥത്തിൽ അന്ധത എന്ന് പറയുക. എൻ്റെ ചുറ്റുമുള്ളവരെ കാണുവാനോ അവൻ്റെ വേദനകൾ തിരിച്ചറിയുവാനോ ഒരുവൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താ എന്ന് മനസ്സിലാക്കുവാനോ എനിക്ക് സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് അന്ധത. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ 2 കണ്ണുകളുണ്ട്, കാഴ്ചകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്, എല്ലാ പ്രകാശങ്ങളെയും ദർശിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് പ്രകാശമാണ് കാണുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തിലെ പ്രകാശങ്ങൾ പലപ്പോഴും എൻ്റെ വളർച്ചയ്ക്കും എൻ്റെ ആവശ്യത്തിനും എൻ്റെ നേട്ടങ്ങൾക്കും വേണ്ടി മാത്രമുള്ള കാഴ്ചകളായി പോകാറുണ്ട്. എൻ്റെ സുഖവും എൻ്റെ സന്തോഷവും മാത്രമാവാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എങ്കിൽ നിങ്ങൾക്കും അന്ധത തന്നെയാണ്. എൻ്റെ സന്തോഷവും എൻ്റെ സുഖവും മാത്രമാണ് ഞാൻ നോക്കുന്നതെങ്കിൽ എനിക്കും നിങ്ങൾക്കും എല്ലാം അന്ധത ബാധിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടത്. മറ്റുള്ളവനെ ചേർത്ത് പിടിക്കാൻ നമുക്കൊക്കെ സാധിക്കേണ്ടത് അവിടെയാണ്. അന്ധനായ ആ മനുഷ്യനെ ക്രിസ്തു കണ്ടപ്പോൾ അവൻ മനസ്സിലാക്കുകയാണ്, അവൻ ആ കുറവുണ്ട്, ആ കുറവ് മാറ്റിക്കൊടുക്കാൻ എനിക്കേ സാധിക്കുകയുള്ളൂ, ആ കുറവ് ഞാൻ മാറ്റിക്കൊടുക്കണം. അതിനാണ് അവൻ്റെ കണ്ണിൽ ചെളി പുരട്ടിയിട്ട് സീലോഹയിൽ പോയി കഴുകുക എന്ന് പറയുക. ആ നടത്തത്തിലുണ്ട്, ആ സീലോഹ വരെയുള്ള അവൻ്റെ യാത്രയിലുണ്ട് ആ ക്രിസ്തുവിനെ അവൻ തിരിച്ചറിഞ്ഞ അവൻ്റെ ഒരു ബോധ്യം. കാരണം വെറും ഒരു മനുഷ്യൻ നിന്നോട് പോയിട്ട് സീലോഹയെ കഴുകാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവനൊക്കെ പോവാൻ ഒരു സാധ്യതയുമില്ല. അവിടെയാണ് അവൻ ക്രിസ്തുവിനെ തിരിച്ചറിയുക. ആ ക്രിസ്തുവിനെ അവൻ മനസ്സിലാക്കുകയാണ്. ശബ്ദത്തിലൂടെ അവൻ തിരിച്ചറിഞ്ഞ ക്രിസ്തുവിനെ, സാന്നിധ്യം കൊണ്ട് അവൻ തിരിച്ചറിയുന്നുണ്ട് ക്രിസ്തുവിനെ. ആ സീലോഹ നദിയിലേക്കുള്ള അവൻ്റെ ആ ഒരു യാത്രയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. പ്രിയപ്പെട്ടവരെ,
ക്രിസ്തുവിനെ തിരിച്ചറിയുവാനും ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും എൻ്റെ ചുറ്റുമുള്ളവരെ കാണുവാനും എൻ്റെ കണ്ണുകൾക്ക് ശക്തി ഉണ്ടായിരിക്കണം. കണ്ണുകൾക്കപ്പുറം കണ്ടത് എനിക്ക് മനസ്സിലാക്കുവാനും എൻ്റെ ഹൃദയത്തിൽ ഗ്രഹിക്കുവാനും എൻ്റെ ഹൃദയത്തിനും കാഴ്ചയും തുറവിയും ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അതിനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും കാണുവാനും എല്ലാവരുടെയും വേദനകൾ മനസ്സിലാക്കുവാനും എല്ലാവരുടെയും പ്രയാസങ്ങളിലും ആകുലതകളിലും കഷ്ടപ്പാടുകളിലും അവരെ ചേർത്ത് പിടിക്കുവാനും അവർക്ക് മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ നമ്മൾക്കൊരു പ്രകാശമായി തീരുവാനും നമുക്ക് സാധിക്കട്ടെ. അതിനായുള്ള കൃപ നൽകി തമ്പുരാൻ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.